സമഗ്രവും കാര്യക്ഷമവുമായ കരാർ തയ്യാറാക്കാൻ ആയില്ല എങ്കിൽ ഇറാനുമായി ധാരണയിൽ എത്താനുള്ള നീക്കങ്ങളിൽ നിന്നും പിന്മാറും എന്ന് അമേരിക്ക. ഇറാനുമായി സമാധാന ധാരണയിലെത്താൻ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. I don't want to say that. I'm not going to give you, what's contingent, what's not. I can say that we can make a good deal right now, but maybe not a great deal. And if it's not a great deal, we're not making it. So, because we can make a great deal with this guy right here. And but it's it's a lot nastier. Probably wouldn't go as quickly. We wouldn't be talking about it as quickly, but it would be foolproof. But I think we're doing very well, Steve. I think we're doing pretty well in terms of the negotiation. But we'll see. If it's not going to be a real deal, because Obama had that horrible JCPOA, whatever it was the worst deal. അതെ, വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐസൻ ജോസ് തൃശ്ശൂരിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഐസൻ ജോസ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെക്കുന്ന, നേരത്തെ അദ്ദേഹം പറഞ്ഞ യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിക്കും, യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷേ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ ഇറാൻ തയ്യാറാകുന്നില്ല എങ്കിൽ സമാധാനവുമായി മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല എന്ന് ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. എന്താണ് കൂടുതൽ വിവരങ്ങൾ ഐസൻ ജോസ്? തീർച്ചയായും വിനോദ്, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന അല്ലെങ്കിൽ ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സമാധാന ധാരണയിലേക്ക് നീങ്ങണമെങ്കിൽ ശാശ്വതമായ ഒരു സമാധാന ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. അത്തരത്തിലൊരു സമാധാന ധാരണ ഉണ്ടായില്ലെങ്കിൽ ധാരണയെ ഉണ്ടാകില്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. തീർച്ചയായും അതിൽ നിന്നും പല കാര്യങ്ങളും വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. സമാധാന ധാരണ സമഗ്രമായിരിക്കണം. മാത്രമല്ല മറ്റൊരു നിർണായക ആഭ്യന്തര രാഷ്ട്രീയം, അതായത് അമേരിക്കയുടെ തന്നെയുള്ള ഒരു രാഷ്ട്രീയ വിഷയം കൂടി പരാമർശിച്ചാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ വരുന്നത് എന്നതും ഏറ്റവും നിർണായകമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബറാക് ഒബാമയുടെ കാലത്തുണ്ടായിരുന്ന ഒരു ധാരണയാണ് ഇറാനെ ഇത്തരത്തിൽ പ്രകോപനപരമായ രീതിയിൽ പ്രവർത്തിക്കാനും ആണവായുധം നിർമ്മിക്കാനും എല്ലാം തന്നെ പ്രേരണ നൽകിയത്. അത്തരമൊരു പ്രേരണ നൽകിയ നീക്കത്തെ ഒട്ടും അംഗീകരിക്കാനാവില്ല. ആ ഒരു സാഹചര്യത്തിൽ അത്തരമൊരു പ്രേരണ നൽകുന്ന രീതിയിലുള്ള ഒരു നീക്കം ഉണ്ടാകില്ല. മാത്രമല്ല ഒരു തരത്തിലും ഇറാനെ ആണവായുധം നിർമ്മിക്കാനോ അല്ലെങ്കിൽ അത് കൈവശം വെക്കാനോ അനുവദിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയും അനുവദിക്കാനാവില്ല എന്ന നിലപാടാണ്. അത്തരമൊരു ധാരണയാണ് ഉണ്ടാകേണ്ടത്. ആ ഒരു സമഗ്രത ധാരണയ്ക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അത്തരത്തിലൊരു ധാരണ സമഗ്രത ഉണ്ടായില്ലെങ്കിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെയാണ് ട്രംപിന്റെ മറുപടിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുണ്ടാവും. ആ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഒരു പക്ഷേ ധാരണയിലേക്ക് നയിക്കേണ്ട സാഹചര്യം തന്നെ ഒഴിവാക്കുമെന്നും കൃത്യമായി അദ്ദേഹം സൂചന നൽകുന്നുണ്ട്. ഐസൻ, എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണല്ലോ ഐസൻ പങ്കുവച്ചത്. എന്തായാലും അമേരിക്ക അതായത് ഇറാൻ വരച്ച വരയിൽ അല്ലെങ്കിൽ അമേരിക്ക വരച്ച വരയിൽ ഇറാൻ നിന്നില്ല എങ്കിൽ ട്രംപ് കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകും. അതായത് ഒരു സമാധാനം പുലരാൻ ഇനിയും നമ്മൾ ഒരുപാട് നാൾ കാത്തിരിക്കുമെന്നാണ് ഐസന്റെ റിപ്പോർട്ടിൽ നിന്നും ഞാൻ വായിച്ചെടുക്കുന്നത്.